ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ സൺഡേ ആയിട്ട് എല്ലാവരും വീട്ടിലായിരിക്കും. കാരണം ഇത്രയും ചൂടത്ത് എല്ലാവരും ഇറങ്ങത്തില്ല, മനുഷ്യന്മാരിറങ്ങത്തില്ല. പക്ഷേ എനിക്ക് സൺഡേ ആയിട്ട് ഓഫീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലീവ് എടുത്തിട്ട് ഡോക്ടർ സ്കിൻ കോട്ടയത്ത് വന്നിരിക്കുകയാണ്. എനിക്കിവിടെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അത് എന്ത് ട്രീറ്റ്മെൻ്റ് ആണെന്നൊക്കെ ഞാൻ വേറെ ഷോർട്സിൽ പറയാം. അപ്പോൾ ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ പ്രൊസീജിയർ റൂമിലേക്ക് പോകണം എൻ്റെ IV എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് വന്നത്. അപ്പോൾ ഞാനും അമ്മയും വന്ന് കിടന്നപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ തിരിച്ച് ഞാൻ എങ്ങനെ പോകും. കാരണം ഞങ്ങൾ കാറിനല്ല വന്നത്, ഞാനും അമ്മയും 2 വീലറിനായിരുന്നു വന്നത്. അമ്മയാണെങ്കിൽ പുഷ്പം പോലെ, അമ്മ പുഷ്പവിമാനം പകർത്തുന്ന പോലെ പറത്തിക്കോളും വണ്ടി. അപ്പം പക്ഷെ ഒടുക്കത്തെ ചൂട് കാരണം ഞങ്ങൾ രാവിലെ വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അതിനേക്കാളും ചൂടായിരുന്നു. വരുന്ന വഴിക്ക് ഒരു ചേച്ചിയുടെ കട കണ്ടു, വെള്ളം കൊടുക്കുന്ന കട. അപ്പോൾ അവിടെ ചെന്നപ്പം ഞങ്ങൾ സംഭാരമാണ് ഓർഡർ ചെയ്തത്. കാരണം ഈ ചൂടത്ത് തണ്ണിമത്തങ്ങ ജ്യൂസ് ഒന്നും ഏൽക്കത്തില്ല. ഞങ്ങൾക്ക് ഉപ്പിട്ട നാരങ്ങയുള്ള സംഭാരമോ തന്നെ വേണം, ദാഹം ഒന്ന് ശമിക്കണമെങ്കിൽ. കാരണം ചങ്ങനാശ്ശേരി വരെ പോകേണ്ടതാണ്. കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലാണ് ഈ ഡോക്ടർ സ്കിൻ വരുന്നത്. അപ്പം അവിടെ വെച്ച് കുടിച്ചപ്പോൾ ഒരു കുടം ആയതുകൊണ്ട് തന്നെ ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ. കാരണം അമ്മ പറഞ്ഞു അത്രയും വലുതൊന്നും ഞാൻ കുടിക്കത്തില്ല, നമുക്ക് ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാം. ഇത്രയും ചൂടത്തുനിന്ന് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. മോരും വെള്ളത്തിനൊക്കെ ഇത്രയും രുചിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ മോരുവെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയി വീടെത്താറായപ്പോഴാണ് ഒരു ചെടി കണ്ടത്, ഒരു ചെടിക്കട കണ്ടത്. അപ്പോൾ അമ്മയ്ക്കൊരു തെറ്റി വേണം, അമ്മയുടെ തെറ്റി കരിഞ്ഞു പോയെന്നും പറഞ്ഞ് എന്നെക്കൊണ്ട് കയറിയതാണ് എൻ്റെ ഗായ്സ്. പക്ഷേ അത് കയറിയത് സത്യം പറഞ്ഞ ഗുണമായി. കാരണം എൻ്റെ അമ്മയ്ക്ക് ഈ ചെടികളൊരു വീക്ക്നെസ് ആണെന്നും, എവിടെ കൊണ്ടാലും ഏത് വീട്ടിൽ പോയാലും അമ്മ തിരിച്ചു വരുമ്പം ഏതെങ്കിലുമൊക്കെ ചെടിയുടെ അറ്റവും മൂലയും കാണുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അന്നാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കിയത്. അവിടെ വെച്ച് എൻ്റെ അമ്മയുടെ ഉള്ളിലെ ആ ചിത്തരോഗിയെ ഞാൻ കാണുമായിരുന്നു. ഈ സൈക്കോസിസിൻ്റെ പല ഭ്രാന്തമായ വേർഷനായിരുന്നു ഞാൻ അവിടെ കണ്ടത്. മറ്റേ മണിച്ചിത്രത്താഴിനകത്ത് മോഹൻലാൽ ശോഭനയുടെ മാനസിക രോഗിയായിരുന്നു കണ്ടിരുന്നെങ്കിൽ, ഇവിടെ ഞാൻ എൻ്റെ അമ്മയുടെ ചെടികളോടുള്ളൊരു ചിത്തഭ്രമമായിരുന്നു കണ്ടത്. കാരണം എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്താ കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. അമ്മ അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം. എന്നിട്ട് ഇടയ്ക്ക് അങ്ങോട്ട് പോയിട്ട് എന്നോട് പറഞ്ഞു, കാത്തു ഈ പുല്ല് കണ്ടോ, ഇത് ഞാൻ റീലിലൊക്കെ കണ്ടിട്ടുള്ളത്, ഇത് ഈ ജപ്പാൻകാരുടെയൊക്കെ മുറ്റത്തുള്ള പുല്ലാണ്, ഇത് ഭയങ്കര വിലയായിരിക്കും, ചോദിക്കാം, നമുക്ക് മുറ്റത്ത് നടാമെന്നൊക്കെ. അങ്ങനെ അവിടെ ഉള്ള ഒരു ആൻറ്റി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മോളെ അതവിടെ കുറ്റിപ്പുല്ല് കയറി മുളച്ച് നിന്ന് ഞാൻ പറിച്ച് കളയാൻ വിട്ടുപോയതാണ്. അവിടെ നാണം കെട്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അമ്മയ്ക്ക് എടുത്തിട്ടും മതിയാവാതെ അമ്മ ആരും സഞ്ചരിക്കാത്ത പാതകളിലൂടെ നടക്കുമായിരുന്നു. ഒരുമാതിരി ഒരു മനോരോഗിയെ പോലെ. സൈക്കോസിസിൻ്റെ പല രൂപങ്ങളാണ് ഞാൻ അമ്മയുടെ മുഖത്ത് കണ്ടത്. ആക്രാന്തം പെരുകി അമ്മ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, 2 കയ്യേ ഉള്ളല്ലോ എന്ന് വെച്ച് എനിക്കറിയത്തില്ല. മുല്ല എടുക്കുന്നു, ആന്തൂറയും എടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു, അവിടെ അതിൻ്റെ അപ്പുറത്തെ കുറ്റിപ്പുല്ലെടുക്കുന്നു. ഒരുമാതിരി ഭ്രാന്തമായ അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ തിരിച്ചു വന്നത് പറക്കന്തളികയിലെ ബസ്സിൻ്റെ അവസ്ഥയായിരുന്നു എൻ്റെ സ്കൂട്ടറിന്. എങ്ങനെയൊക്കെയോ ഞാൻ അമ്മേനെ പിടിച്ച് വലിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഈ കാണുന്നതൊക്കെ അമ്മ അത് കഴിഞ്ഞ് 10 വട്ടം തിരിച്ചു വന്നു. ഒരു അടിപൊളി സൺഡേ ആയിരുന്നു കേട്ടോ.